നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി തൃശൂർ ജില്ല 25 വർഷങ്ങൾക്ക് ശേഷം കലാകിരീടം സ്വന്തമാക്കി. 6ാം തവണയാണ് തൃശൂർ വിജയികളാകുന്നത്. കാൽ നൂറ്റാണ്ടിന് ശേഷം സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ല നേടിയ സ്വർണ്ണ കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് മന്ത്രി കെ രാജൻ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂരിൽ അമേരിക്കൻ പൗരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ കൗശിക് ജോഷി നരേന്ദ്ര എന്ന 74 വയസ്സുകാരനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി തൃശൂർ ജില്ല 25 വർഷങ്ങൾക്ക് ശേഷം കലാകിരീടം സ്വന്തമാക്കി. ഇത് 6ാം തവണയാണ് തൃശൂർ വിജയികളാകുന്നത്. 1999 അവസാനമായി ജില്ല കിരീടം ചൂടിയത്. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയിൽ നിന്ന് തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. മന്ത്രി ജി.ആർ. അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ സ്പീക്കർ എ.എൻ. ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, കെ. രാജൻ, കെ. കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി.എ. മുഹമ്മദ് റിയാസ്, പി. പ്രസാദ്, ഒ.ആർ. കേളു, ഡോക്ടർ ആർ. ബിന്ദു എന്നിവർ പങ്കെടുത്തു. 1007 പോയിന്റ് നേടി പാലക്കാട് ജില്ല 2ാം സ്ഥാനത്തെത്തി. 1003 പോയിന്റ് നേടിയ കണ്ണൂരാണ് 3ാം സ്ഥാനം നേടിയത്. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകളാണ് തൊട്ടു പിന്നിലുള്ള ജില്ലകൾ. ആതിഥേയരായ തിരുവനന്തപുരം 957 പോയിന്റുമായി 8ാം സ്ഥാനക്കാരായി. കാൽ നൂറ്റാണ്ടിനു ശേഷം സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ല നേടിയ സ്വർണ്ണക്കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് വെച്ച് മന്ത്രി കെ. രാജൻ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ സ്വർണ്ണക്കപ്പുമായുള്ള പ്രയാണം ആരംഭിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന് സമീപം വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നഗരസഭാ ചെയർമാൻ AB ജോർജ്, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, കാർമൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വീകരണ ചടങ്ങിലെത്തി. കൊടുങ്ങല്ലൂരിൽ അമേരിക്കൻ പൗരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ കൗശിക് ജോഷി നരേന്ദ്ര എന്ന 74 വയസ്സുകാരനാണ് മരിച്ചത്. ഗുരുവായൂരിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ ആയിരുന്നു സംഭവം. ഇക്കഴിഞ്ഞ 6ാം തീയതി കൊച്ചിയിലെത്തിയ കൗശിക്കും ഭാര്യ നൈനയും ഗുരുവായൂരിൽ സന്ദർശനം നടത്തുന്നതിനിടെ ബുധനാഴ്ച രാവിലെ കൗശിക്കിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് കാറിൽ എയർപോർട്ടിലേക്ക് മടങ്ങും വഴി കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിൽ വെച്ച് ശുചിമുറിയിൽ പോകാനായി കാറിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഭാര്യയും കാർ ഡ്രൈവർ പവനീഷും ചേർന്ന് കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടും ഒരു സൈക്കിൾ യജ്ഞകാലം. പതിറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിന്റെ ഗ്രാമീണ സന്ധ്യകളെ സജീവമാക്കിയിരുന്ന സൈക്കിൾ യജ്ഞം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മയും പുതുതലമുറയ്ക്ക് പുതിയ അനുഭവവുമാണ്. കർണാടകയിലെ മൈസൂരിൽ നിന്നും എത്തിയ സംഘങ്ങളാണ് തീരമേഖലയിൽ വിവിധയിടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളത്. വിനോദോപാധികൾ വിരളമായിരുന്ന പണ്ടുകാലത്ത് സൈക്കിൾ യജ്ഞം സാഹസിക കാഴ്ചയുടെ വിരുന്നൊരുക്കിയിരുന്നു. ബെല്ലും ബ്രേക്കും മഡ്ഗാർഡുമില്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം. അടിപൊളിപ്പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കയ്യടിയും കൈനിറയെ പണവുമായാണ് കൂടാരത്തിലേക്ക് മടങ്ങുക. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തീപ്പന്തങ്ങൾ കൊണ്ടുള്ള വളയം ദേഹത്ത് ധരിക്കുക,
ട്യൂബ് ലൈറ്റ് ദേഹത്തടിച്ചു പൊട്ടിക്കുക തുടങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഒട്ടേറെയുണ്ട്. കാണികൾ സംഭാവനയായി നൽകുന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് പണം ലഭിക്കും. ഈ ദിവസങ്ങളിൽ അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് സംഘം സൈക്കിൾ യജ്ഞം നടത്തുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന സംഘം പിന്നീട് നാട്ടിലേക്ക് മടങ്ങും. അന്യം നിന്നുപോയെന്ന് കരുതിയ ഗ്രാമീണ കലാരൂപം വീണ്ടും കൺമുന്നിലെത്തുമ്പോൾ ഗ്രാമീണ കേരളം കയ്യടികളോടെയാണ് വരവേൽക്കുന്നത്. ഒരു 3 വർഷമായി, ഒരു 3 കൊല്ലം ഒരു വർഷത്തിലെ ഒരു 3 മാസം പരിപാടിച്ചിട്ട് പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ഡിസംബർ നമ്മൾ ഒരു 3 കൊല്ലം 3 മാസം പരിപാടി. പിന്നെ ഒരു ചെറിയ ചെറിയ ഗ്രാമ പ്രദേശ നമ്മൾ 2 ദിവസം പരിപാടി ഉണ്ട്. പിന്നെ 7:10 ഒരു 10 മണി ഉള്ളിൽ ഒരു 9 മണി 10 മണി ഉള്ളിൽ സ്റ്റാപ്പ് ഒരു കലാപരിപാടി. നമ്മളൊരു ടിക്കറ്റ് ഒന്നും ഇല്ല, ഒരു ബക്കറ്റ് സംഭാവന അത്രേ ഉള്ളൂ. നമ്മൾ മൈസൂർ കർണാടക ഒരു മൈസൂർ ആൾക്കാർ. എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലെ? നമ്മളൊരു 3 ഗ്രൂപ്പുണ്ട്. ഒരു 3 ഗ്രൂപ്പുണ്ട് വർഷത്തിലെ. പിന്നെ കഴിഞ്ഞ കൊല്ലം ആ ഭാഗത്തുള്ള വടക്കല പിന്നെ കൊട്ടാരിക്കര ആ ഭാഗത്തെല്ലാം തീർന്നു. പിന്നെ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തെല്ലാം തീർന്നു. ഇപ്പം ഈ ഭാഗത്തിൽ 20 മാസ പരിപാടി ഉണ്ട് വെച്ചിട്ട് ഈ ഭാഗത്തിൽ ഒരു മാസം ഒരു ഗ്രാമ പ്രദേശ പരിപാടി. നാട്ടിൽ നമ്മളൊരു ചെറിയ സ്ഥലമുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഉണ്ടല്ല, വണ്ടിയിൽ പച്ചക്കറി ಎಲ್ಲ ಡ್ರೈವಿಂಗ್ ഞങ്ങൾ ಅಷ್ಟೇ. ಈ ಜನ್ರೇಷನಿಗೆ നമ്മൾക്ക് ഒരു 5 വർഷം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റാപ്പ് ആവും പരിപാടി. ഇത് നമ്മൾക്ക് സ്റ്റാപ്പ് ആവും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. എടത്തിരുത്തി പൈനൂരിൽ 100 മേനി വിളവ് കൊയ്ത് കർഷകർ. പുത്തൻപുര രവീന്ദ്രന്റെ 5 ഏക്കർ പാടത്താണ് കർഷകരായ കടവത്ത് കുമാരനും സുരപ്പനും ചേർന്ന് നെൽകൃഷി ഇറക്കിയത്. കർഷക സംഘം സംഘടിപ്പിച്ച് ജില്ലാ ശില്പശാലയിൽ പങ്കെടുത്ത ഇരുവരും പുതിയ കാർഷിക രീതികളും പുതിയ വിത്തിനങ്ങളെക്കുറിച്ചുമുള്ള അറിവ് സ്വായത്തമാക്കിയാണ് ഇത്തവണ കൃഷിയിലേക്ക് ഇറങ്ങിയത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് തരുന്ന മനോരത്ന വിത്തിനമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. എടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണവും ഇവർക്ക് ലഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ PH ബാബു, കൃഷി ഓഫീസർ KA മേഘ, കൃഷി അസിസ്റ്റന്റ് വിപിൻ കുമാർ, കർഷക സംഘം നേതാക്കളായ ബാബു പണിക്കെട്ടി, KV പ്രസാദ്, CPM നേതാക്കളായ KV ശ്രീധരൻ, ശ്രീരാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി തൃശൂർ ജില്ല 25 വർഷങ്ങൾക്ക് ശേഷം കലാകിരീടം സ്വന്തമാക്കി. 6ാം തവണയാണ് തൃശൂർ വിജയികളാകുന്നത്. കാൽ നൂറ്റാണ്ടിന് ശേഷം സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ല നേടിയ സ്വർണ്ണ കപ്പിന് ചാലക്കുടിയിൽ ഉജ്ജ്വല സ്വീകരണം. ജില്ലാ അതിർത്തിയായ പൊങ്ങത്ത് മന്ത്രി K രാജൻ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂരിൽ അമേരിക്കൻ പൗരൻ കുഴഞ്ഞു വീണു മരിച്ചു. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ കൗശിക് ജോഷി നരേന്ദ്ര എന്ന 74 വയസ്സുകാരനാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.